ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് നല്ല ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 പീസസ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മുഴുവൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കാഷ്യൂ നട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പൊങ്കൽ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോവും. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ കുക്കറിൽ അരിയും അതുപോലെ പരിപ്പും കൂടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഴഞ്ഞ രൂപത്തിൽ ഒരു 3-4 വിസിലടിപ്പിച്ചായിരുന്നു. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കൈമ റൈസാണ്. പിന്നെ അതുപോലെ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ഗ്ലാസ് നമുക്ക് പരിപ്പെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കുക്ക് ചെയ്തത് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പൊങ്കൽ ഇവിടെ റെഡിയാണ്. പിന്നെ വായിൽ വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. അപ്പം ഞാൻ കർണാടകയിൽ വന്നിട്ടാണ് പൊങ്കൽ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലോട്ട് പോണ വഴിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അനുപേട്ടൻ കുറച്ച് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു മീൻകാരൻ വരാറുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് അയിലയാണെന്നാണ്, പക്ഷെ അത് വറ്റയായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു മീനുണ്ടായിരുന്നു, നമ്മുടെ കിളിമീൻ്റെ പോലെ ഇരിക്കുന്ന ചെറുത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വറ്റ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പച്ചമുളകും ചതച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വഴണ്ട് വരണ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരണ സമയത്ത് അതിനകത്തോട്ട് ഞാൻ നമ്മുടെ പുളിയില്ലേ, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മീൻ കുക്കാവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നല്ല കുറച്ച് വെള്ളം തിളപ്പിച്ചതും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം തിളച്ച് വരണ സമയത്ത് അതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ മീൻ കുട്ടപ്പന്മാരെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പം ഈ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വറ്റയായിരുന്നു മീൻ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ആ കിളിമീൻ്റെ പോലെ ചെറുതുണ്ടെന്ന്, അത് ഞാൻ വറക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഒന്ന് കുക്കായി വരണ സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഒരു 1 തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ, അത് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്ക് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ മീൻ വറക്കാൻ പോവാണ്. ഈ മീനിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് പറയണേ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മീനും വറുത്തെടുത്തു. അപ്പം നോക്കിയപ്പോൾ തോരനൊന്നുമില്ല, തോരനോ മെഴുക്ക് വരട്ടിയും ഇല്ല. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണെങ്കിലോ ഒരു ക്യാരറ്റും അതുപോലെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടിയും കഴുകി അരിഞ്ഞെടുത്തു. അതിനകത്തോടെ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടു. പിന്നെ അതുപോലെ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ആ മിക്സും കൂടിയും ചേർത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. അപ്പോൾ അടിപൊളി മെഴുക്ക് വരട്ടി റെഡിയായി. അപ്പോൾ ഇന്നും ചോറിന് നല്ല കുശാലായിരുന്നു. മീൻ കറി, മീൻ വറുത്തതും മെഴുക്ക് വരട്ടിയും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.